ഇന്ന് ഞാനപ്പോൾ എവിടെയാണെന്നാ, ഇത് നമ്മളുടെ പറൂര് ഫസ്റ്റ് വന്നേക്കുന്ന ഒരു ഹൈപ്പർ മാർക്കറ്റാണ്. സാധാരണ സൂപ്പർ മാർക്കറ്റൊക്കെ എവിടെയും ഉണ്ടാവും, ഇത് ഹൈപ്പർ മാർക്കറ്റ്. ഞങ്ങൾക്ക് പറൂരുകാർക്ക് ഹൈപ്പർ മാർക്കറ്റിലോട്ടൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ ലുലു മാളിനെയൊക്കെയാണ് ആശ്രയിക്കണം. ഇത് നമ്മുടെ സ്വന്തം പറൂര് ടൗണിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ളൊരു ഹൈപ്പർ മാർക്കറ്റ് വന്നിട്ടുണ്ട്. മൂലൻസ് ഫാമിലി മാർട്ട് എന്നാണ് ഈ ഹൈപ്പർ മാർക്കറ്റിൻ്റെ പേര്. അപ്പോൾ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കി. അപ്പോൾ നമ്മുടെ കല്യാണി കഴിഞ്ഞ ദിവസം ഈ കുപ്പിയുടെ ഡെമോ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ കുപ്പി കണ്ടുകഴിഞ്ഞപ്പോൾ വിലയൊക്കെ എടുത്ത് നോക്കിയപ്പോൾ 665 രൂപയാണ് ഈ ഒരു കുപ്പിക്ക്. അപ്പോൾ അത് അവിടെ തന്നെ ഞാൻ വെച്ച് എടുത്തില്ല, വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി. ഒരു ഫാമിലിയിലോട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ പുറത്തോട്ടോ ഇനിയിപ്പോൾ ഒരു കാര്യം അന്വേഷിച്ച് വേറൊരു കടയിൽ കയറേണ്ട ഒരു സാഹചര്യം ഇല്ലേ. ഒരു കടയിൽ കയറി കഴിഞ്ഞാൽ മൊത്തം ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഒരു വീട്ടിലോട്ട് വേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെയാണല്ലോ ഹൈപ്പർ മാർക്കറ്റിൽ, അങ്ങനെ തന്നെയായിരിക്കുമല്ലോ. അപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് ഇത് ഓപ്പണായിട്ട് ഇപ്പോൾ ഒരു 2 ആഴ്ചയൊക്കെ ഉള്ളൂ എന്ന് തോന്നണം. അപ്പോൾ ജസ്റ്റ് വെറുതെ ഒന്ന് കയറി നോക്കിയതാണ് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് വന്ന് എനിക്ക് 2-3 കാര്യങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അത് ഇതേപോലെ ലുലു മാളിൽ ഹൈപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ വാങ്ങിക്കാമെന്ന് ഓർത്തിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവിടെ ഇങ്ങനൊരു സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞ് ഞങ്ങനെ വന്നത്. അപ്പോൾ ഞാൻ അന്വേഷിച്ചിടുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ സാധാരണ മലയാളികൾ ചെയ്യുന്ന പോലെ ഒന്നും വാങ്ങിച്ചില്ലെന്നുണ്ടെങ്കിലും നമ്മളിങ്ങനെ പരിധി എല്ലാം എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എല്ലാത്തിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കണത് ഒരു മലയാളികളുടെ ഒരു ബേസിക് സ്വഭാവമാണല്ലോ. ഞാനും അതേപോലെ തന്നെ എല്ലാത്തിൻ്റെ വിലയൊക്കെ നോക്കി നടക്കുകയാണ്. അപ്പോൾ എന്തോ അന്വേഷിച്ചിട്ട് കിട്ടാണ്ട് കഴിഞ്ഞപ്പോൾ ചെന്ന് ചോദിച്ചതാണെങ്കിലും മൊത്തം അവിടുത്തെ സെയിൽസ് ആളുകൾ ഹിന്ദിക്കാരാണ്. ആ കൊച്ചിനോട് തിരിച്ച് ഹിന്ദിയിൽ ചോദിച്ചപ്പോൾ ഞാൻ വേഗം സ്മൂത്തായിട്ട് അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് ഞാനിങ്ങനെ നടക്കുകയാണ്, എല്ലാത്തിൻ്റെ വില വിവരങ്ങളൊക്കെ തിരക്കി വില വിവരങ്ങളൊക്കെ നോക്കി അതനുസരിച്ച് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ടൊക്കെ വേണമല്ലോ സാധനങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ അവിടെ കയറിയിട്ട് എല്ലാ സാധനങ്ങളൊക്കെ കണ്ട് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ല അത്യാവശ്യം വലിയൊരു ഏരിയയിൽ തന്നെ എല്ലാം ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ കുറേ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ പിള്ളേർക്ക് പറ്റിയ കാര്യങ്ങൾ, ഫുഡ് ഐറ്റംസ് ഇതൊക്കെ ഭയങ്കര വില കുറച്ചിട്ടൊക്കെ സാധാരണ നമ്മൾ ലുലു മാളിൽ ചെല്ലുമ്പോൾ തന്നെ കുറേ ഓഫർ പ്രൈസിലൊക്കെ കിടക്കണ പോലെ തന്നെ ഇവിടെയും അങ്ങനെയൊക്കെ തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പല കാര്യങ്ങളും സോപ്പ് പൊടിക്ക് സോപ്പ്, ലിക്വിഡ്, പൗഡർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര റേറ്റ് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പകുതി വിലക്കൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കാശൊക്കെ നല്ലോണം കയ്യിൽ പിടിച്ചുകൊണ്ട് പോണവരാണെന്നുണ്ടെങ്കിൽ ഒരുവിധ സാധനങ്ങളൊക്കെ കവർ ചെയ്തിട്ട് വാങ്ങിച്ചിട്ടൊക്കെ വരാം. ഇതിപ്പോൾ ഫസ്റ്റ് ടൈം ഇങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് കരുതിയിട്ടൊന്നുമല്ല, ഒന്ന് ജസ്റ്റ് ഇത് ഓപ്പണായി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒന്ന് കാണാം ഇതൊക്കെ എന്താണ് ഏതാണെന്നൊക്കെ ഒന്നറിയാമെന്ന് ഓർത്തിട്ട് ജസ്റ്റ് വെറുതെ വന്നെന്നുള്ളൂ. അപ്പോൾ ബ്യൂട്ടി പ്രൊഡക്റ്റുകളൊക്കെ ആയാലും നമ്മൾ വീട്ടിലത്തെ ഹൗസ് വാമിങ്ങിന് വേണ്ട സാധനങ്ങളായാലും ഇൻറ്റീരിയറിന് വേണ്ട സാധനങ്ങളായിക്കോട്ടെ, പിള്ളേരുടെ ബർത്ത്ഡേ ഫങ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളായാലും, അങ്ങനെ ഒരു കാര്യത്തിന് നമ്മൾ പുറത്തോട്ട് പോകണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ആ ഉള്ള വലിയൊരു ഏരിയയിൽ തന്നെ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു നല്ല അടിപൊളി ഹൈപ്പർ മാർക്കറ്റാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ കണ്ട വീട്ടിലോട്ട് ഉപയോഗിക്കുന്ന, പറമ്പിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളായിക്കോട്ടെ, വീടിനുള്ളിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളായിക്കോട്ടെ, അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും അങ്ങനെ തൊട്ട് എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കിച്ചണിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ഐറ്റങ്ങളായിക്കോട്ടെ, എന്തിനു പറയണത് നമ്മൾ ഉപയോഗിക്കുന്ന മുണ്ട്, ഖാദിയുടെയൊക്കെ കിച്ചൺ ടവല് അങ്ങനെയുള്ളൊരു സെക്ഷൻ തന്നെ ഉണ്ട്. ജസ്റ്റ് ഞാനതൊക്കെ ഒന്ന് എടുത്ത് ഏതാണ് എന്താണ് എങ്ങനെയൊക്കെയാണ് വിലയൊക്കെ ഒന്ന് നോക്കി അവിടെ തന്നെ അങ്ങനെ എന്നെ കണ്ട് വെച്ച് വെറുതെ ഒന്ന് കറങ്ങാന്ന് ഓർത്തൊക്കെ ഇറങ്ങിയതാണ്. അപ്പോൾ വെറുതെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഓർത്ത് ഇങ്ങനൊരു ഹൈപ്പർ മാർക്കറ്റ് നമ്മളുടെ സ്വന്തം പറൂർ ടൗണിൽ തന്നെ വന്നേക്കണത്. ചിലപ്പോൾ അറിയാത്തവർക്കുണ്ടെങ്കിൽ അറിഞ്ഞോട്ടാ എന്നോർത്തിട്ടാണ് ഞാൻ ചെയ്യണത്. പിന്നെ ഓരോ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എടപ്പള്ളി വരെ ഓടിപ്പോയി ലുലു മാളിലൊന്നും പോയി അന്വേഷിച്ച് ഓടണ്ട. നമ്മുടെ സ്വന്തം പറൂർ ടൗണിൽ തന്നെ നല്ല അടിപൊളി ഹൈപ്പർ മാർക്കറ്റ് എല്ലാം കൈ കിട്ടുന്ന വിധത്തിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വലിയ ഹൈപ്പർ മാർക്കറ്റിലൊന്നും പോയി പർച്ചേസ് ചെയ്യുന്ന ഒരാളല്ല കേട്ടോ. ഞാൻ നമ്മുടെ സാധാരണ നാട്ടിലുള്ള ചെറിയ ഷോപ്പിലും കാര്യങ്ങളിലും കടയിലൊക്കെ പോകുന്ന ഒരാളാണ്.
ഇവിടെ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നാട്ടുകാരി എന്ന നിലയിൽ വെറുതെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയെന്നുള്ളൂ. അല്ലാതെ ഇവിടെ വന്ന് ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ഒന്ന് ഷോപ്പ് ചെയ്ത് അങ്ങനെ നടക്കണ ഒരാളൊന്നല്ല ഞാൻ. വെറുതെ ഇവിടെ ഒരു സംരംഭം തുടങ്ങിയപ്പോൾ ഒന്ന് കാണാമെന്ന് ഓർത്തിട്ട് ഇറങ്ങിയെന്നുള്ളൂ. അത് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കാണുമ്പോൾ അറിയാനും പറ്റുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇന്നൊരു ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗ് ചെയ്തത്. ഇതേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റക്കായി ഈ കേക്കിൻ്റെ കഷ്ണം കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ മേടിച്ചില്ല. അപ്പോൾ ബില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഇത്ര ഉള്ള ഒരു ഷോപ്പിംഗ് വ്ളോഗ്. അപ്പോൾ എൻ്റെ ഷോപ്പിംഗ് വ്ളോഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഹൈപ്പർ മാർക്കറ്റ് വരുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ.